ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പിശാച് പോലും നേരെ വന്നാൽ പിശാച് ഓടിപ്പോകുന്നു. അങ്ങനത്തെ മഹാന്റെ ഖൽബ് കൊണ്ടാണ് സാരിയ റളിയല്ലാഹു അൻഹു നഹാമന്ത് നടക്കുന്ന കാഴ്ച കണ്ടത്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തില്ലേ, ആ യുദ്ധം വിജയിച്ചില്ലേ? ഇത് വകദാലിക നുരി ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ ഭൂമിക്കും പ്രപഞ്ചത്തിനും അപ്പുറത്തുള്ള രഹസ്യങ്ങൾ ചില ആളുകൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. അത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയകൂന മിനൽ മൂഖിനീൻ, പിന്നെ ഈമാനിന്റെ വിഷയത്തിൽ സംശയം വരാൻ പാടില്ല. ഉറച്ച ഈമാൻ കിട്ടാൻ വേണ്ടി ഞാൻ മലക്കൂത്ത് കാണിച്ചു കൊടുക്കും ചില ആളുകൾക്ക്. അങ്ങനെയാണ് നമ്മുടെ ഈ പ്രത്യക്ഷ ലോകത്തിനപ്പുറം ഒരു അപ്രത്യക്ഷമായ ലോകമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. ഇത് കാണുമ്പോഴാണ് മനുഷ്യൻ മഹത്വമുള്ളവനാകുന്നത്. എന്നല്ലാതെ കണ്ടുപിടുത്തം നമ്മൾ ചെയ്യുന്നു, ഇൻവെൻഷൻ, നമ്മുടെ സ്പേസ് ക്രാഫ്റ്റുകൾ, നമ്മുടെ ആസ്ട്രോനോട്ടുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഭൂമിന്റെ ഉള്ളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്, ഭൂമിയിൽ കടലിൽ മുങ്ങാൻ പറ്റുന്ന കണ്ടുപിടുത്തങ്ങൾ, ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യൻ മഹത്വമാകുന്നുണ്ടോ? ഇത് ജീവജാലങ്ങൾക്കുണ്ടെന്നാണ്. ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പിൽ അല്ലാഹു കൊടുത്ത അത്ഭുതമായി മനുഷ്യൻ ചെയ്യുന്നതെന്നാണ്. ഇന്ന് ഈ അടുത്തുകൾ നടന്ന പഠനത്തിൽ മത്സ്യങ്ങളിൽ ചില വിഭാഗം മത്സ്യം യുദ്ധം ചെയ്യാൻ വേണ്ടി പവിഴപ്പുറ്റുകളിൽ നിന്ന് ശക്തമായ പടയങ്കി ഉപയോഗിക്കുന്നത്, അത് കണ്ടുപിടിക്കുന്നത് ഇന്ന് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെ മത്സ്യം പവിഴപ്പുറ്റുകളിലെ ഷെല്ലുകൾ എടുത്തിട്ട് നല്ല യോജിപ്പിച്ച് വെച്ചിട്ട് പടയങ്കികളായി ഡിഫെൻഡ് ചെയ്യാൻ, മത്സ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ അവകൾ പരിചകൾ ഉണ്ടാക്കുന്നുണ്ട്. മനുഷ്യന് ചെയ്യുന്ന കണ്ടുപിടുത്തത്തെ പോലെ ജീവജാലങ്ങൾ അവരവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ അവരും ചെയ്യുന്നുണ്ട് ചില ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്ത് ഭയങ്കരമാണ്. അല്ല. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. മനുഷ്യനെ കൃത്യമായ തഖ്വീമിൽ ഞാൻ പടച്ചു എന്ന് അല്ലാഹു പറഞ്ഞത് മനുഷ്യന്റെ പ്രത്യക്ഷമായ ശരീരത്തിന്റെ ഭംഗി അല്ലെന്നാണ്. മനുഷ്യനെ ഏറ്റവും ഭംഗിയുള്ള രീതിയിലാണ് തഖ്വീം എന്ന് പറഞ്ഞാൽ എന്താ? വളരെ മനോഹരമായ പ്രൊപ്പോർഷൻ, കാര്യങ്ങൾ കൃത്യമായി അളന്ന് മുറിച്ചെടുത്തിട്ട മനുഷ്യന്റെ ഹൈറ്റ്, അവന്റെ വെയിറ്റ്, അവന്റെ ബാലൻസിങ്, അവന്റെ ശരീരത്തിൽ ഓടുന്ന നെർവസ് സിസ്റ്റം, അവന്റെ ബ്ലഡ് സർക്കുലേഷൻ, അവന്റെ തിങ്കിങ് കപ്പാസിറ്റി, അവന്റെ ന്യൂറോണുകൾ എല്ലാം അല്ലാഹു കൃത്യമായ അളവിലും എണ്ണത്തിലും കൃത്യമായി പടച്ചതാണ്. അത് മാത്രമല്ല മനുഷ്യന് ഇതിലും അപ്പുറം കഴിവുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ ഏറ്റവും നല്ല രീതിയിലാണ് പടച്ചത്, ഏറ്റവും നല്ല ചൊറുക്കുള്ള അവസ്ഥയിലാണ് പടച്ചത് എന്നതിന് മാത്രം അർത്ഥം കൊടുക്കരുതെന്നാണ്. അങ്ങനെയാണ് ചില പറഞ്ഞു, ഞാൻ വലിയ ചൊറുക്കൊന്നുമില്ലല്ലോ, എന്നിട്ട് പിന്നെ പറ്റി പറയുമ്പോൾ ഞാൻ അത്ര ചൊറുക്കിലല്ലല്ലോ, പിന്നെ എന്റെ അല്ലാഹു അങ്ങനെ പറയാൻ കാരണം? അല്ലെങ്കിൽ ചൊറുക്കില്ലാത്തവരാണെന്നും ഭംഗിയില്ലാത്തവരാണെന്നും ചിലരെ പറ്റി പറയുന്നില്ലേ? അതിന്റെ അർത്ഥം അഹ്സനു തഖ്വീം എന്ന് പറഞ്ഞത് അഹ്സനു സൂറ, നല്ല രൂപത്തിൽ പടച്ചു എന്നല്ല അതിന്റെ അർത്ഥം. അഹ്സനു തഖ്വീം, മനുഷ്യന് കഴിവുകൾ ഇതിനേക്കാളൊക്കെ അപ്പുറത്താണ്. ഈ ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും ഇല്ലാത്ത കഴിവ് അല്ലാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ടെന്നാണ്. അത് ആലമുൽ മലക്കൂത്ത് മനുഷ്യൻ നോക്കിക്കാണുമ്പോഴാണ്. നമ്മുടെ ഈ പ്രപഞ്ച ലോകത്തിനപ്പുറത്തുള്ള ഒരു ലോകം കാണാൻ ഖൽബിന് വെളിച്ചമുണ്ടെങ്കിൽ ഇത് കാണാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹുവിന്റെ മലക്കുകളെക്കാളും ആദരിച്ചത് അല്ലാഹു ജല്ല ജലാലുഹു. ഇൽമു കൊടുത്തിട്ട് പറഞ്ഞില്ലേ, മലക്കുകളെ സുജൂദ് ചെയ്തേക്കണം എന്റെ ആദമിന് അലൈഹിസ്സലാത്തു വസ്സലാം. ഈ മലക്കൂത്ത് കാണാൻ പറ്റുക മിഅ്റാജിന്റെ രാവിൽ ഹബീബിന് അല്ലാഹു കാണിച്ചു കൊടുത്തതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ കഴിവുകൾ അതീതമാണെന്ന് പറയാൻ അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ചരിത്രം പറഞ്ഞു അല്ലേ? അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. മുസ്ലിമീങ്ങളായി ബിൽഖീസ് രാജ്ഞിയും അവരുടെ കൂടെയുള്ള ആളുകളും ഇങ്ങ് ഫലസ്തീനിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം യമനിൽ നിന്ന്, സബയിൽ നിന്ന് ആരാണ് ഇങ്ങ് ഫലസ്തീനിലേക്ക് 2000-4000 കിലോമീറ്റർ ദൂരത്തേക്ക് കൊണ്ടുവരിക? നിങ്ങൾ വിധി പറയാനിരുന്ന് എഴുന്നേൽക്കുന്ന 1 മണിക്കൂർ സമയത്തിനുള്ളിൽ ഞാൻ കൊണ്ടുവരാൻ പറ്റില്ല, അതിലേറെ പെട്ടെന്ന് വേണം. അല്ലാഹുവിന്റെ കിതാബിൽ വിവരമുണ്ടായിരുന്ന ഒരാൾ,
അള്ളാഹുവിന്റെ കിതാബിനെ സംബന്ധിച്ച് ഇൽമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് പറഞ്ഞത്. ആസഫ് ഇബ്നു ബർഖിയ എന്ന മനുഷ്യന്റെ പേരെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി. ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ കൊണ്ടുവരാം 4000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന യമനിന്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങ് ഫലസ്തീനിലേക്ക് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ഞാൻ കൊണ്ടുവരാൻ എത്ര ടൈം എന്നറിയോ? ഖബ്ല അൻ യർസദ്ദ ഇലൈക തർഫുക, നിങ്ങളുടെ കണ്ണിമ വെട്ടുന്നതിന്റെ മുമ്പ്, within the blink of your eye I will bring it to you. ഫലമ്മ റആഹു മുസ്തഖിറൻ ഇൻദ ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. എനിക്ക് അല്ലാഹു ചെയ്ത നിഅമത്താണ്. ആര് പറഞ്ഞു? സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. എങ്ങനെ ചെയ്തു ഈ മനുഷ്യൻ? ഇത് ഖുർആനാ പറഞ്ഞത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് വല്ല ഹദീസുമാണെങ്കിൽ ദഈഫാന്ന് മനുഷ്യന്മാർ പറഞ്ഞേനെ. അത് ബുഖാരി ആണെങ്കിൽ പോലും പറയാം അത് ദഈഫായിരിക്കും, ബുദ്ധിക്ക് തിരിയാത്തത് കൊണ്ട്. ഇത് വിശുദ്ധ കലാമാണ്, അള്ളാന്റെ കലാമിലാണ് ഈ പറഞ്ഞത്. കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. അത് കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? ജിന്നാണോ? അല്ല, ജിന്ന് പറഞ്ഞു 1 മണിക്കൂർ സമയം എന്നാ. അതും വേണ്ട, ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാം. ഇങ്ങനെയുള്ള മനുഷ്യന്റെ കണ്ണുകൾക്കും മനുഷ്യന്റെ കഴിവിനും അതീതമായ ഒരു ലോകത്തെ എത്തിപ്പിടിക്കാനുള്ള കഴിവ് ചില ആളുകൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതിനാണ് ആലമുൽ മലക്കൂത്തിന്റെ ലോകം എന്ന് പറയാം. അതുണ്ടെന്ന് സ്ഥാപിക്കാനാ സൂറത്തുൻ നംലിൽ അല്ലാഹു കഥ പറയുന്നത്. കൊണ്ടുവന്നില്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക്? അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കൊണ്ടുപോയ ഇസ്റാഉം മിഅ്റാജും മലക്കൂത്തിന്റെ ലോകമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇൻദൽ കസീബിൽ അഹ്മർ, ആ ചുവന്ന കുന്നിന്റെ താഴെ മൂസാ നബിയുടെ ഖബർ ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അതേ മൂസാ നബി അലൈഹിസ്സലാമിനെ 6-ാം ആകാശത്ത് വെച്ച് കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മറവ് ചെയ്ത ഖബർ ഭൂമിയിലാണ്, പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ താമസം ആകാശലോകത്താണ്. ഇത് ആലമുൽ മലക്കൂത്തുമായുള്ള ബന്ധമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു, യഹ്യ നബി അലൈഹിസ്സലാമിനെ കണ്ടു, ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നറിയപ്പെടുന്ന യഹ്യ നബി അലൈഹിസ്സലാം, സക്കരിയ നബിയുടെ പുത്രൻ യഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാം. യഹ്യ നബിയുടെ ഖബർ കിടക്കുന്നത് അങ്ങ് സിറിയയിലാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് കണ്ടു അവരെ 2-ാം ആകാശത്ത് വെച്ച്, അല്ലെങ്കിൽ 3-ൽ വെച്ച് കണ്ടു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നടക്കുന്ന ഈ ഭൂമിയിലാണ്, ഖബർ ഇവിടെയാണ്, പക്ഷേ കിടക്കുന്നത് അവിടെയാണ്, ആളവിടെയാണ്. അങ്ങനെ സംഭവിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കിടക്കുന്നത് ഇന്നത്തെ ഫലസ്തീനിന്റെ ഭാഗമാവേണ്ട ഖലീലിലാണ്, ഹിബ്രോണിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ 7-ാം ആകാശത്ത് വെച്ച് കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജിന്റെ രാവിൽ സ്വഹീഹുൽ ബുഖാരി, അല്ലാഹുവിന്റെ ഹബീബ് കണ്ടില്ലേ ഇബ്രാഹിം നബിയുടെ ഭൗതിക ശരീരം കിടക്കുന്നത് എവിടെയാണ്? താമസം 7 ആകാശങ്ങൾക്ക് പുറത്താണ്. ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു തആല. അതുപോലെയാണ് അന്നീൽ വൽ ഫുറാത്ത്, 7 ആകാശങ്ങൾക്കപ്പുറമുള്ള സിദ്റത്തുൽ മുൻതഹ എന്ന മഹത്തായ വൃക്ഷത്തിന്റെ മുരടിൽ നിന്ന് 4 നദികൾ ഒഴുകുന്നുണ്ട്. നഹ്റാനി ഫിൽ ജന്ന വനഹ്റാനി ഫിൽ അർളി, 2 നദികൾ ഭൂമിയിലേക്കും 2 നദികൾ സ്വർഗ്ഗത്തിലേക്കും. ഈ ഭൂമിയിലേക്ക് ഒഴുകുന്ന 2 നദികൾ അന്നീൽ വൽ ഫുറാത്ത്, യൂഫ്രട്ടീസും നൈലുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈജിപ്തിലൂടെ ഓടുന്ന നൈൽ നദിയും ഇറാഖിലൂടെ കടന്നു പോകുന്ന യൂഫ്രട്ടീസ് നദിയും സ്വർഗ്ഗലോകവുമായി ബന്ധമുണ്ട്. ഇവിടെ ഒഴുകുന്ന നദികളാണ്, പക്ഷേ ഈ നദികൾ ശരിക്ക് കിടക്കുന്നത് സ്വർഗ്ഗലോകത്താണ്. അത് മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ റൗള, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തുൻ മിൻ ദിയാദിൽ ജന്ന, എന്റെ വീടും ഞാൻ ഖുതുബ ഓതാൻ പോകുന്ന മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം, നബിയുടെ വീടെന്ന് പറയുന്നത് തങ്ങളുടെ ഖബറാണ്. തങ്ങൾ കിടക്കുന്ന സ്ഥലം അവിടെയാണ്. നബി തങ്ങൾ കടന്നിരുന്നത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. അവിടെയാണ് മരണപ്പെട്ടത്. ഹബീബ് വഫാത്തായത് എവിടെയോ അവിടെയാണ് അവിടെ മറവ് ചെയ്തത്. ആ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം റൗളത്തുൻ മിൻ ദിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കഷ്ണമാണെന്നാണ്. സ്വർഗ്ഗം കിടക്കുന്നത് ഭൂമിയിലാണോ? അല്ലല്ലോ. 7 ആകാശങ്ങൾക്കപ്പുറത്ത് ഞാൻ സ്വർഗ്ഗം കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തിന്റെ കഷ്ണമാണ്. കാഴ്ചയിൽ ഇത് ഭൂമിയാണ്, പക്ഷേ ഇത് സ്വർഗ്ഗത്തിന്റെ കഷ്ണമാണ്. ആലമുൽ മലക്കൂത്തുമായി ബന്ധിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ കാഴ്ചയുടെ ലോകത്തിനപ്പുറം വേറെയും ഒരു ലോകമുണ്ട്. ആ ഒരു ലോകം പഠിപ്പിക്കാൻ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിനെ ഖദർ നബിയോട് കൂടെ യാത്ര ചെയ്യിപ്പിച്ചത് അല്ലാഹു തആല. സൂറത്തുൽ കഹ്ഫ് ഓതുന്നില്ലേ വെള്ളിയാഴ്ച? സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം എന്താണ്? ഞാൻ നിങ്ങൾ പറഞ്ഞത് ശരിക്ക് കേട്ട് ജീവിക്കും, അതുകൊണ്ട് ഖദർ നബിയെ ഞങ്ങളുടെ കൂടെ കൂടട്ടെ. അങ്ങനെ കൂടി നടന്നിട്ട് 3 ചരിത്രമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത്. മൂസാ നബിക്ക് കാണാൻ പറ്റാത്തത് ഖദർ നബി കണ്ടത്. കപ്പൽ പൊളിച്ചു. എന്തിനാ ഞങ്ങൾ പൊളിച്ചത്? അപ്പോഴറിയുന്നത് കുറെ അപ്പുറത്ത് കപ്പലുകാരെ നമ്മളെ ഇറക്കി തന്ന് പിന്നെയും യാത്ര പോകും. അവിടെ ഒരു രാജാവുണ്ട്, നല്ല കപ്പലൊക്കെ പിടിച്ചെടുക്കും. ഇത് പൊളിഞ്ഞാൽ ഇത് പൊളിഞ്ഞ കപ്പലല്ല, ഇത് വേണ്ടെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവർക്ക് കപ്പൽ തിരിച്ചു കിട്ടും. അതുകൊണ്ട് പൊളിച്ചു മഹാനായ ഖദർ നബി അലൈഹിസ്സലാം. ഒരു കുട്ടിയെ കൊന്നിട്ടുണ്ട്. എന്റെ ഈ കുട്ടി വലുതായാൽ ഉമ്മയും അപ്പയും
ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകും, അവർ കാഫിര്യങ്ങളായി മരിക്കാനിടയാവും. അതുകൊണ്ട് ഈ കുട്ടിക്ക് പകരം മറ്റൊരു കുഞ്ഞിനെ അള്ളാഹു പകരം നൽകും, ഉമ്മായോടും വാപ്പയോടും നന്മ ചെയ്യുന്ന കുഞ്ഞിന്. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. മതിലിന്റെ നിർത്തിവെച്ചത് നാട്ടുകാരോട് പൈസ വെച്ചിട്ടില്ലല്ലോ, ആ മതിലിന്റെ ഉള്ളിൽ നിധി കാണുന്നുണ്ട്. നിധി കണ്ടിട്ടില്ല ഖിദർ നബി അലൈഹിസ്സലാം. അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് യതീം കുട്ടികളുടെ സ്വത്താണ്. മതിൽ പൊളിഞ്ഞു പോയാൽ ആ കുട്ടികൾക്ക് അത് ലഭിക്കാതെ പോകും. മതിൽ നമുക്ക് നിവർത്തി വെക്കാം. മൂസ നബി അലൈഹിസ്സലാം കാണുന്ന ആലമു ഷഹാദയിൽ നിന്ന് ആലമുൽ മലക്കൂത്തിനെ കാണിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ നബിയെ മറ്റൊരു നബിയോട് കൂടെ പറഞ്ഞയച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ ചരിത്രമാണ് സൂറത്തുൽ കഹ്ഫ്. എല്ലാ വെള്ളിയാഴ്ചയും ഓതണമെന്ന് പറയുന്ന സൂറയുടെ ഭാഗം അതാണ്.